സംസ്ഥാനത്ത് ശക്തമായ മഴ. ഇപ്പോൾ വടക്കൻ ജില്ലകളിലാണ് കാര്യമായ കാലാവസ്ഥാ പ്രവചനമുള്ളത് എങ്കിൽ പോലും തെക്കൻ ജില്ലകളിലും മഴയ്ക്ക് വലിയ കുറവില്ല. തലസ്ഥാനത്തൊക്കെ ഇന്നലെ രാത്രിയിലൊക്കെ വലിയ മഴയായിരുന്നു. കൊല്ലത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമൊന്നും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. വടക്കൻ ജില്ലകളിൽ 3 ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല ജില്ലകളിലും യാത്രാ നിരോധനമടക്കം, പ്രത്യേകിച്ച് ഇടുക്കിയിലും മറ്റും മലയോര മേഖലയിൽ യാത്രാ നിരോധനമടക്കം ഇതിനകം പ്രഖ്യാപിച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. MS സനീഷ് കുമാർ കോഴിക്കോട്ട് നിന്ന്, KV ബൈജു കാസർഗോട്ട് നിന്ന്, നവമി കൊച്ചിയിൽ നിന്ന് ആദ്യം ചേരും. ആദ്യം കാസർഗോട്ടേക്ക് ഒന്ന് പോകാം. കാസർഗോഡ് ബൈജു, കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മഴ എങ്ങനെയുണ്ട്? നേരത്തെ നമ്മൾ ഈ റോഡ് ഇടിയുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. പുതിയ വിവരങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന പശ്ചാത്തലമാണോ? തീർച്ചയായും രഞ്ജിത്തെ, തുടർച്ചയായ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഇന്നും റെഡ് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുഴകളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ നിരോധനമുണ്ട്. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ മഴയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് സ്കൂളിന്റെ മതിലിടിഞ്ഞു വീഴുന്ന ആ ഭീകര ദൃശ്യം നമ്മൾ പുറത്തുവിട്ടത്. അത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പ്രത്യേകിച്ച് ഈ റെഡ് അലർട്ട് വരുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണയൊക്കെ സ്കൂൾ അവധിയുണ്ടോ എന്ന് ചോദിച്ച് നിരവധി കോളുകളായിരുന്നു നമുക്കുൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്തരം സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. പ്രത്യേകിച്ച് ഈ ദേശീയ പാതയിലൂടെയുള്ള യാത്രയെല്ലാം വലിയ അപകടാവസ്ഥയിലാണ്. കാരണം പലയിടങ്ങളിലും റോഡ് ഇടിഞ്ഞ് താഴെ പോകുന്നു, സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുന്നു. അങ്ങനെ വലിയ തോതിൽ ആശങ്ക നിലനിൽക്കുന്ന ജില്ലയാണ്. ഏതായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ല സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. മലയോര മേഖലകളിലെ അനാവശ്യ യാത്രകൾ അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തീരപ്രദേശങ്ങൾക്കുള്ളവർക്കാണ് വലിയ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കാരണം കടലാക്രമണ ഭീഷണിയുണ്ട്. ഒപ്പം ശക്തമായ കാറ്റ് വീശുന്ന സാഹചര്യമുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് കാസർഗോഡ് ജില്ലയിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 2 കുട്ടികൾ, അതായത് 11ഉം 14ഉം വയസ്സുള്ള കുട്ടികൾ ഒരു മതിലിടിഞ്ഞ് അവരുടെ ഷെഡിന് മുകളിലേക്ക് വീണ് ദാരുണമായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടകരമായ മരങ്ങൾ, അതുപോലെ തന്നെ മതിലുകളെല്ലാം അത് പ്രത്യേകിച്ച് ജാഗ്രത വേണമെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം ജനപ്രതിനിധികളോടും ഒക്കെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അത് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. പക്ഷേ ഇതുവരെ ആരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ മലയോര മേഖലകളിലാണ് ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങളാണ് ഈ മലയോര മേഖലകളൊക്കെ. പലതരത്തിലുള്ള അപകടങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനാവശ്യ യാത്രകൾ മലയോര മേഖലകളിൽ ഒഴിവാക്കുക. പള്ളിക്കര ബീച്ച്, അതുപോലെ തന്നെ ചെമ്പേരിക്ക, അതുപോലെ കൈറ്റ് ബീച്ച്, കാഞ്ഞങ്ങാട്, ഇതെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. ഇത്തരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കി കൃത്യമായി ഈ കാര്യങ്ങൾ എല്ലാം മോണിറ്റർ ചെയ്യുകയാണ് ജില്ലാ ഭരണകൂടം. രഞ്ജിത്ത്, ഏതായാലും കാസർഗോട്ടും കണ്ണൂരും ശക്തമായ മഴ അനുഭവപ്പെടുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങി. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകൾ മാറിയിട്ടില്ല. കൺട്രോൾ റൂം അടക്കം തുറന്ന് ആ മേഖലയിൽ വലിയ ജാഗ്രത ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.